ഹായ്, ഹലോ. അപ്പോൾ ഇന്നൊരു യാത്ര എന്ന് വെച്ചാൽ ഒരു ഫ്യൂണറൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ ഷോപ്പ് അല്ല ഗോഡൗൺ. നമുക്ക് ടോയ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം അത് ഗോഡൗണിലേക്ക് ഞാനെപ്പോഴും പോകാറില്ല. അപ്പോൾ ആ വഴി പോകുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് കയറാൻ പറ്റാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കയറി കഴിഞ്ഞപ്പോൾ അയ്യോ നമുക്ക് വീഡിയോ എടുത്താലോ, പലപ്പോഴും പോകാറില്ല. ഇപ്പോൾ നമ്മളങ്ങനെ ഒന്നും എടുക്കാറൊന്നും ഉണ്ടായില്ല. ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഞാനൊന്ന് വേഗത്തിൽ കുറച്ചൊന്ന് ഓടിച്ചിട്ട് എടുക്കാമെന്ന് കരുതി. സമയം ഉണ്ടായില്ല, പോരാൻ തിരക്ക് കൂട്ടി. അപ്പോൾ ഞാൻ ഓടി നടന്നൊന്ന് വേഗം എന്ന് എടുത്തതാണ്. നമുക്കൊരു എൻജോയ് ചെയ്യാനല്ലേ, കാണുമ്പോൾ ഭംഗി ആസ്വദിക്കാൻ എത്രമാത്രം പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അത്ര ക്ലാരിറ്റിയിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തിരക്ക് കൂട്ടി തിരിച്ചു പോരാനുള്ള തിരക്കുള്ളത് കൊണ്ട് നമ്മൾ വേഗം ഒന്ന് എടുത്തതാണ്. കാര്യം എന്തൊക്കെയായാലും ടോയ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ കുട്ടിക്കാലവും നമ്മുടെ കുട്ടിത്വമൊക്കെ ഓർമ്മ വരില്ലേ. അപ്പോൾ കുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. പിള്ളേരെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ചേച്ചിമാരുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ട്, അവർ വരുമ്പോഴും ഏത് കുട്ടികളെ കൊണ്ട് നമ്മളിവിടെ കയറി കഴിഞ്ഞാലും പിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇത്തിരി മുതിർന്നവരെ പോയാലും എൻ്റെ അനിയത്തിയുടെ മോളുണ്ട്. മോള് കുറച്ച് മുതിർന്നാണ്. പക്ഷേ എന്നാൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കുട്ടിയാവും എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര കൗതുകമല്ലേ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചിട്ടെടുത്തു. ഭംഗിയായിട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതിൻ്റെ അപാകതകളൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. തലകുത്തിയൊക്കെ നിൽക്കണം പലതും. അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തു. പക്ഷെ കാണുമ്പോഴുള്ളൊരു ഭംഗി കൊണ്ട് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. തിരിച്ചു പോരാനുള്ള തിരക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ വേഗം ഓരോന്നൊക്കെ എന്തൊക്കെ എടുക്കുകയാണ്. ഇപ്പോൾ ഡോൾസിനെ കണ്ടില്ലേ, നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്തായിരുന്നപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ പാവകളൊക്കെ ആയിരിക്കും, അതും വെച്ചായിരിക്കും നമ്മുടെ കളികൾ മുഴുവൻ. പക്ഷെ ഇപ്പോൾ ഉടുപ്പുകളും അതിന് സെപ്പറേറ്റ് ആയിട്ട് ഉടുപ്പുകൾ, അതിന് ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം കൂടിയാണ് സെറ്റായിട്ടൊക്കെ കിട്ടുന്നത്. നമുക്ക് കൊതിയാവും കാണുമ്പോൾ. അതുപോലെ കുഞ്ഞുവാവകൾക്കുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്തെല്ലാം പുതിയ ഐറ്റംസാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ഭയങ്കര നല്ല യൂസ്ഫുള്ളാണല്ല എന്തായാലും. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്ന് വിസ്തരിച്ചെന്ന് കാണാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് ഓരോന്നോരോന്ന് എടുത്തു. അത് കഴിഞ്ഞ് ഉണ്ടോ ഇത് ഭംഗിയാന്ന് നോക്കി, എന്ത് എല്ലാം അതെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണെല്ലാം. അപ്പം അങ്ങനെ അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് വേഗം പോരാൻ തിരക്കൂട്ടിയപ്പോൾ ഞങ്ങൾ കാറി കയറി തിരിച്ചു പോരാണ്. അപ്പോൾ രാത്രിയിലത്തെ കുറച്ച് ഇത് കൂടി എടുക്കണമെന്ന് കരുതിയാണ്. വഴിയിലൊക്കെ ക്രിസ്മസിൻ്റെ ഒരുക്കമായിട്ടൊക്കെ സ്റ്റാറും ലൈറ്റൊക്കെ ഇട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ വെളിച്ചം പോയിട്ടില്ല, സന്ധ്യ ആവണേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെയുള്ള സ്ഥലമൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഷോപ്പുകളിലൊക്കെ ഈ ഡ്രസ്സുകളെല്ലാം, പിന്നെ ഈ റെഡ് വൈറ്റ് തീമിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അധികം ഉണ്ടായിരുന്നത്. പക്ഷെ കൂടുതൽ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഉള്ള കാഴ്ചകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ.